മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ പത്രത്തിൽ വളരെ ഉജ്ജ്വലമായ രണ്ട് നേട്ടങ്ങൾ വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഒന്ന്, ലക്നൌവിൽ നിന്ന് ആഗ്ര വരെ 232 കിലോമീറ്റർ 6 വരി പാത മുലായം സിംഗിന്റെ ജന്മദിനത്തിന് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരു വാർത്ത. യഥാർത്ഥത്തിൽ 232 കിലോമീറ്റർ റോഡ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഒരു വാർത്തയാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒന്ന്, ചെറിയൊരു റോഡല്ല, വളരെ വലിപ്പം കൂടിയ റോഡ്. തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് അങ്കമാലി വരെയുള്ള റോഡ്, എത്ര നീളമുണ്ടോ അത്രയും നീളമുള്ള റോഡ്, 6 വരി പാത ഉദ്ഘാടനം ചെയ്തു. ആ റോഡിന് രണ്ട് തരത്തിലുള്ള നേട്ടങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും നീളത്തിലുള്ള റോഡ് 22 മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. രണ്ടാമത്തെ നേട്ടം, ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ഇത്രയും നീളമുള്ള റോഡിന്റെ 2-2.5 കിലോമീറ്റർ നീളം ഉള്ള ഭാഗത്ത് ഏത് തരത്തിലുള്ള യുദ്ധവിമാനങ്ങളും ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് എന്ന് മാത്രമല്ല, ഉദ്ഘാടനം കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ 7 തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ 7 പ്രാവശ്യം, 7 തരത്തിലുള്ളതോ 7 പ്രാവശ്യമോ യുദ്ധവിമാനങ്ങൾ അവിടെ ഇറങ്ങുകയും ചെയ്തു. അത് അത്രയും ധന്യമായി എന്ന് മാത്രം പറയുമ്പോൾ ഒരു വരി കൂടിയുണ്ട്. അത് മുലായം സിംഗ് യാദവിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു, സ്വപ്ന പ്രോജക്റ്റ് ആയിരുന്നു എന്നാണ് വാർത്തയിൽ എഴുതി കണ്ടത്. കേന്ദ്രത്തിൽ ആര് ഭരിക്കുകയാണെങ്കിലും സംസ്ഥാനത്തിൽ ആര് ഭരിക്കുകയാണെങ്കിലും അവർ തമ്മിൽ രാഷ്ട്രീയ കാര്യത്തിൽ യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനങ്ങളുടെ നല്ല നല്ല പ്രോജക്റ്റുകൾ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ പോലെ ഭാരതത്തിന്റെ ശരീരഭാഗങ്ങളാണ് ഓരോ സംസ്ഥാനവും. ഈ സംസ്ഥാനം വികസിക്കാതെ കേന്ദ്രം വികസിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ഭാരതം വികസിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോ ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മുലായം സിംഗിന്റെ സ്വപ്ന പ്രോജക്റ്റ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് തന്നെ ഉദ്ഘാടനം ചെയ്തു. മഹത്തായ 22 മാസം കൊണ്ട് അത് പൂർത്തീകരിച്ചു. അതിലെ ഒരു ഭാഗത്തില് വളരെ സങ്കീർണമായ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യവും കൂടി ഉണ്ടാക്കി എന്നുള്ളത് ഒരു വലിയ നേട്ടം. രണ്ടാമത്തെ ഒരു നേട്ടം കേരളത്തിലുണ്ടായതാണ്. ഇന്നലെ വായിച്ചപ്പോൾ മനസ്സിലായത്, 1,26,000 വീടുകൾ വൈദ്യുതി കണക്ഷൻ ഇല്ലാതെ കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 6 മാസങ്ങൾക്ക് മുമ്പ് അധികാരം ഏറ്റെടുത്ത് ഈ 6 മാസത്തെ ചുരുങ്ങിയ കാലയളവിൽ 1,00,000 വീടുകൾക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്തു അത്രേ. വളരെ ഉജ്ജ്വലമായിട്ടൊരു നേട്ടമാണ്. ഇന്നും ഇത്രയും വികസിതമായ കേരളത്തില് ഒരു ബൾബ് പോലും വീട്ടിലിടാൻ പറ്റാതെ ആധുനിക വൈദ്യുതി കണ്ടുപിടിച്ച് 125 വർഷമായിട്ടും സാക്ഷര കേരളത്തില്, വികസിത കേരളത്തില്, പലതിനും 1-ാം സ്ഥാനത്ത് ഭാരതത്തിൽ നിൽക്കുന്ന കേരളത്തിൽ 1,26,000 വീടുകളിൽ വൈദ്യുതി എത്തിയിട്ടില്ല എന്ന് പറയുന്ന ആ വേദനാജനകമായ അവസ്ഥ
6 മാസം കൊണ്ട് 1 ലക്ഷം വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുകയും ഇനി 26,000 വീടുകൾക്ക് വൈദ്യുതി എത്തിക്കാനുണ്ട്. അത് കുറച്ച് കാലതാമസം വരാനുള്ള കാരണം ഇതിൽ ഭൂരിഭാഗം വീടുകളും പുറമ്പോക്കുകൾ, ആധാരമില്ലാത്തത്, അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത്, പഞ്ചായത്തുകാർക്ക് വീട് നമ്പർ കൊടുക്കാൻ സാധിക്കാത്തത്, അങ്ങനെയുള്ള വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാനും ശ്രമിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ നിയമവശങ്ങൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ 6 മാസം കൊണ്ട് ഇത്രയും ഉജ്ജ്വലമായിട്ടൊരു നേട്ടം, എത്രയോ ഗവൺമെന്റുകൾ വന്നു പോയി, എന്തെല്ലാം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ കണക്ഷൻ. അതൊരു പക്ഷേ അടുത്തുള്ള കിണറിൽ നിന്നോ റോട്ടിലുള്ള ടാപ്പിൽ നിന്നോ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വൈദ്യുതി എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡ് കൊടുത്തേ മതിയാവും. ഗവൺമെന്റ് കൊടുക്കാനുള്ള കരുണ കാണിച്ചേ മതിയാവും. അത് കാണിച്ച 1 ലക്ഷം പാവപ്പെട്ടവർക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ ലഭിച്ചു എന്നുള്ളതും ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗത്തിനും മറ്റ് നിയമവ്യവസ്ഥകൾ അനുവദിക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുമെന്നുള്ളതും രണ്ടാമത്തെ വലിയ നേട്ടമായിട്ട് തോന്നുന്നു. ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തെ വലിയൊരു നേട്ടം, അത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ രണ്ടെണ്ണം പോലെയുള്ളതല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ളത്. അത് ഭാരതത്തിൻ്റെ ആർമിയുടെ, ഭാരതത്തിൻ്റെ പട്ടാള മേധാവി ചൈനയിൽ ചെന്നു, ചൈനയിലെ പട്ടാള മേധാവിയുമായിട്ട് ചർച്ച ചെയ്യുന്നു. ചൈനയിലെ എയർഫോഴ്സ് കേന്ദ്രങ്ങൾ ഭാരതത്തിലെ പട്ടാള മേധാവി ദൽബീർ സിംഗ് കാണുന്നു. 3-4 ദിവസം ചൈനയിൽ ഇദ്ദേഹം പല പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ഒരു പക്ഷേ ഭാരതവും ചൈനയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു പരിപാടിയാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. ഭാരതവും ചൈനയുമായിട്ടുള്ള അനവധി അതിർത്തി പ്രദേശങ്ങളിൽ അതിശക്തമായ രീതിയിൽ പ്രതിരോധ യന്ത്രങ്ങളും വിമാനങ്ങളും തോക്കുകളും പീരങ്കികളും നിറച്ചുവെച്ച് ഒരു യുദ്ധത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന എന്ന് പറയാവുന്ന ആ അവസരത്തിൽ ഭാരതത്തിലെ പട്ടാള മേധാവി ചൈനയിൽ ചെന്ന് അവിടുത്തെ പട്ടാള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുക, ചർച്ച ചെയ്യുക, പരസ്പരം സഹകരണത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് ചിന്തിക്കുക, അവിടുത്തെ യുദ്ധവിമാന കേന്ദ്രങ്ങൾ സന്ദർശിക്കുക. യഥാർത്ഥത്തിൽ ശത്രുവിനെ പോലും മിത്രമായിട്ട് കാണണം, ആരെയും അടിച്ചു പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കണം എന്നീ നാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ഒരു പ്രതിരോധ വകുപ്പ് 100% പ്രായോഗികമാക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചൈനയുടെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് അവർ ഏത് ലെവല് വരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യുന്നവരാണ്. ഈ പട്ടാള മേധാവി തിരിച്ചു വരാതിരിക്കാൻ പോലും പറ്റിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിന് പ്ലാൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അവർ ലോകത്തിൽ ആരെയും ബോധേടല്ല, ആരെയും വിലയ്ക്ക് വാങ്ങിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഏതിനെയും തകർക്കാനും, അതിലൊന്നിലും അവർ ഇന്റർനാഷണൽ കോടതിയുടെ നിയമം പോലും അവര് പേപ്പറിന്റെ വില പോലും കൊടുക്കാതെ തള്ളിക്കളയുകയുണ്ടായി. അപ്പൊ അത് മുമ്പിൽ അറിഞ്ഞുകൊണ്ട് ഭാരതത്തിലെ പട്ടാള മേധാവി ചൈനയിൽ സന്ദർശനം നടത്തിയിട്ട് അവിടെയുള്ള എല്ലാ പ്രതിരോധ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നിടത്തോളം കണ്ട്, ചർച്ച ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ചർച്ച ചെയ്ത്
പരസ്പരം സഹകരിക്കാൻ സാധിക്കുന്നിടത്തോളം സഹകരിക്കുന്ന ലെവലിലേക്ക് കുറേ കാര്യങ്ങൾ ചെന്ന് എത്തിച്ച് തിരിച്ചു വരുന്ന ആ ധന്യമായിട്ടുള്ള ഒരു നേട്ടം. ഇങ്ങനെ 3 നേട്ടങ്ങളാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരുമിച്ച് ചേർത്ത് പറയുന്നത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. പ്രണാമം, നമസ്കാരം.